പുസ്തകത്തിനകത്ത് 1189 അധ്യായം 31,173 വാക്യം, 8,10,694 വാക്കുകൾ, 35,10,484 അക്ഷരങ്ങൾ ഈ സത്യവേദ പുസ്തകത്തിലുണ്ട്. 5 യാഗങ്ങളുണ്ട്, 7 പെരുന്നാളുകളുണ്ട്, 2282 വാഗ്ദത്തങ്ങളുണ്ട്, 2013 ചോദ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുള്ള ഈ സത്യവേദ പുസ്തകം ഇന്ന് രാത്രികാലം ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാ, ഈ പുസ്തകത്തിൽ എഴുതിയത് മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നു. ഇത് മുഴുവൻ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വാഗ്ദത്തങ്ങൾ മുഴുവൻ നമ്മളോടാണെന്ന് വിശ്വസിക്കുന്നു. ആമേൻ പറയാൻ ആരാധിക്കാൻ മനസ്സുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ. ഇത് മുഴുവൻ ഇത് മുഴുവൻ ഇത് മുഴുവൻ ഇത് മുഴുവൻ. അതെന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞത്? ഇത് കൊണ്ട് നടക്കുന്ന പലരും ഇത് വിശ്വസിക്കുന്നില്ല. ഇത് കൊണ്ട് നടക്കുന്ന പലരും ഇത് അനുസരിക്കുന്നില്ല. ഞാനിത് വിശ്വസിക്കുന്നു, ഞാനിത് ഏറ്റെടുക്കുന്നു. ഇത് സത്യമാണ്, സത്യമാണ്, സത്യമാണ്. ആമേൻ. ഹല്ലേലൂയ. 104 ഡിഗ്രി പനിയിലൊക്കെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. പ്രസംഗം തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പം 94ആയി, 10 കുറഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് സുവിശേഷം പ്രസംഗിക്കാൻ ഒരു പ്രത്യേക ആവേശമാണ്. ആമേൻ, ആമേൻ. ഞാൻ വേറെ ലെവലാ. സ്തോത്രം. ഇന്ന് പകലൊരുത്ത പ്രസംഗം ഉണ്ടായിരുന്നു, 2.5 മണിക്കൂർ. നെയ്യാറ്റിൻകര ടൗൺ ഹാളിൽ 2.5 മണിക്കൂർ. ഹല്ലേലൂയ. പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചതറിയോ? പാസ്റ്റർ അത്ഭുതപ്പെടരുത്, എൻ്റെ 1 വയസ്സ് കുറഞ്ഞു. ചിരിക്കുന്നിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് 38 വയസ്സായിരുന്നു. പ്രസംഗം തീർന്ന് 37 വയസ്സ്. 38 എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട പ്രായം മാത്രമേ കൂട്ടുന്നുള്ളൂ, അതിന് മുമ്പുള്ളത് കൂട്ടിയിട്ടില്ല. ഒരു ചിരി. 38 എന്ന് പറഞ്ഞാൽ അസൂയ നോക്കിയേ. നല്ലപോലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, മനസ്സ് നിറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, ആത്മശക്തിയോടെ കർത്താവിനൊന്ന് സ്തുതിച്ചേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആമേൻ. ഈ വേദപുസ്തകത്തിനകത്ത് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളിലും ആമേൻ ഉൽപ്രേക്ഷ അലങ്കാരങ്ങളുണ്ട്, ഉപമ അലങ്കാരങ്ങളുണ്ട്, അലങ്കാര ഭാഷകളുണ്ട്. ആമേൻ. സ്തോത്രം. ദൈവസഭയെക്കുറിച്ച് പറയുന്നു, ദൈവസഭ ആട്ടിൻകൂട്ടമാണ്, യേശു ഇടയനാണ്. ദൈവസഭയെക്കുറിച്ച് മലമേലിരിക്കുന്ന പട്ടണമാണ്. ആമേൻ. തണ്ടിന്മേൽ കൊളുത്തി വെച്ച വിളക്കാണ്. ആമേൻ. ലോകത്തിൻ്റെ ഉപ്പാണ് ദൈവസഭ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. അന്ധകാരത്തിൽ നിന്ന് വിളിച്ച അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് സഭ, വിശുദ്ധ വംശമാണ് സഭ, രാജകീയ പുരോഹിത വർഗമാണ് സഭ, സ്വന്തം ജനമാണ് സഭ. ഹല്ലേലൂയ. സഭ മുള്ളിനിടയിലെ താമരയാണ്. സഭ അത് ലോകത്തിന്റെ വെളിച്ചമാണ്. സഭ അത് ജീവനുള്ള കല്ലാണ്. സഭ അത് ആത്മീയ ഗ്രഹമാണ്. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ഈ വായിച്ച സങ്കീർത്തനം പറഞ്ഞു, സഭ ആറ്റരികത്ത് നട്ടിരിക്കുന്ന മരമാണ്. എന്താ അലങ്കാരം എന്ന് പറഞ്ഞാൽ, ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ ഉപമയാമത്, മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാൻ അല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക. ഉൽപ്രേക്ഷ, അതേ മലയാളം അറിയാവുന്ന ആളുകളുണ്ട്. ഉൽപ്രേക്ഷ അലങ്കാരം. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നാൽ ഇന്ന് രാത്രി സഭയെ ഒരു ആറ്റരികത്ത് നിട്ടിരിക്കുന്ന വൃക്ഷത്തോട് സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഇനി ആ 3-ാം വാക്യത്തിന് 1-ാമത്തെ വാക്ക് മാത്രം വായിക്ക്. അവൻ ആറ്റരികത്ത് കണ്ട, അത് കുറെ വാക്കായി. ഒറ്റ വാക്ക് വായിക്ക്. അവൻ. അവൻ അത് യവനാ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക അവൻ. അപ്പൊ അവനെ ആറ്റരികത്ത് ദൈവം നടണമെങ്കിൽ അവൻ 5 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇനി അതിന്റെ താഴത്തെ സെന്റൻസിന്റെ ആദ്യത്തെ വാക്ക് വായിക്കുക. തക്ക കാലത്ത്. അതൊന്നുമല്ല, അതിപ്പോ വായിച്ചതിന്റെ 2-ാമത്തെ സെന്റൻസാ. ആറ്റരികത്ത്. ആറ്റരികത്ത് 1-ാമത്തെ സെന്റൻസാ. അതിന്റെ 2-ാമത്തെ സെന്റൻസിന്റെ 1-ാമത്തെ വാക്ക് നട്ടിരിക്കുന്നത് അല്ല, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും എന്നുള്ളതാണ് 2-ാമത്തെ സെന്റൻസ്. അതിന്റെ 1-ാമത്തെ വാക്കും അവൻ തന്നെയാ. ആമേൻ. അവൻ ചെയ്യുന്നതൊക്കെയും, ഒന്ന് കൃപയുള്ളവരെല്ലാം എൻ്റെ കൂടെ നിന്നേ, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. അവിടെ ഒരു ചോദ്യമുണ്ട്, അത് യവനാ?
അവന് 3 ഗുണങ്ങളുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നൊക്കെ സാധിക്കും. എന്താ 3 ഗുണങ്ങൾ? ഒന്ന്, ആറ്റരികത്ത് നട്ടവനായിരിക്കണം, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവനായിരിക്കണം, ഇല വാടാത്തവനായിരിക്കണം. അങ്ങനാണെങ്കിൽ നീ പറഞ്ഞാൽ സാധിക്കും, നീ പ്രാർത്ഥിച്ചാൽ സാധിക്കും, നീ ഉപവസിച്ചാൽ സാധിക്കും, നീ ആരാധിച്ചാൽ സാധിക്കും. ഓ ആമേൻ ആമേൻ. കരമൊന്നും ആമേൻ. ഇതുവരെ കൈയുടെ കെട്ടടിക്കാത്തവരുണ്ട്, നാവിന്റെ കെട്ടടിക്കാത്തവർ സ്തോത്രം പറ. നീ പറഞ്ഞാൽ സാധിക്കും, നീ ആരാധിച്ചാൽ സാധിക്കും, നീ ഉപവസിച്ചാൽ സാധിക്കും, നീ ദൈവത്തോട് ചോദിച്ചാൽ സാധിക്കും, ദൈവത്തോട് പറഞ്ഞാൽ സാധിക്കും. പക്ഷേ നിനക്ക് 3 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. എന്താ? ആറ്റരികത്ത് നട്ടവനായിരിക്കണം, തക്കകാലത്ത് ഫലം കായ്ക്കുന്നവനായിരിക്കണം, ഇല വാടാത്തവനായിരിക്കണം. അതാരാ? അവൻ 5 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ആറ്റരികത്ത് ദൈവം ഒരാളെ നടണമെങ്കിൽ, ആമേൻ, എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയുടെ അരികിലല്ല, പമ്പാ നദിയുടെ അരികിൽ നടന്ന കാര്യമല്ല, പരിശുദ്ധാത്മാവിന്റെ നദിക്കരയിൽ. ഓ കൃപയുള്ളവരെന്റെ കൂടെ ആരാധിച്ചുകൊണ്ട് നിൽക്കുക, കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുക. ദൈവാത്മാ പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ നദിയുടെ കരയിൽ എൻ്റെ ദൈവം നിന്നെ നടണമെങ്കിൽ, നടണമെങ്കിൽ നിനക്ക് 5 ഗുണങ്ങൾ വേണം. 5 ഗുണങ്ങൾ. ആ 5 ഗുണങ്ങൾ പറയുന്നു. എഴുതിയെടുത്തോ. വായിക്കാം. സങ്കീർത്തനം 1:1. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നീ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഗുണം 1, ഗുണം 2, ഗുണം 3. 4-ാമത്തെ ഗുണം വജോ, യഹോവയുടെ ന്യായപ്രമാണം അതിൽ സന്തോഷിക്കണം. യൂട്യൂബിൽ സന്തോഷിക്കരുത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. ഗുണം 4. 5-ാമത്തത് അവന്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവനായിരിക്കണം. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഈ 5 ഗുണങ്ങൾ നിനക്കുണ്ടെങ്കിൽ നിന്റെ ഇരിപ്പ്, നിന്റെ നടപ്പ്, നിന്റെ നിപ്പ്, നിന്റെ വായന, നിന്റെ ധ്യാനം, നിന്റെ സന്തോഷം, അത് ഏതിലാണെന്ന് ഇന്ന് രാത്രി തീരുമാനിച്ചാൽ എന്റെ തമ്പുരാൻ നിന്നെ പരിശുദ്ധാത്മാവിന്റെ നദിക്കരയിൽ നടുന്ന ഫലമുള്ള വൃക്ഷമായി, ഇലയുള്ള വൃക്ഷമായി, സാധിക്കുന്ന വൃക്ഷമായി, അനുഗ്രഹിക്കുന്ന വൃക്ഷമായി, അത്ഭുതങ്ങളുടെ വൃക്ഷമായി, അത്ഭുതങ്ങൾ നടത്തുന്ന വൃക്ഷമായി, ദൈവം ഉപയോഗിക്കുന്ന വൃക്ഷമായി. ഓ അവൻ ആരാധിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ. ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഇന്ന് രാത്രി നിന്റെ നടപ്പ്, നിന്റെ ഇരിപ്പ്, നിന്റെ നിൽപ്പ്, നിന്റെ ധ്യാനം, നിന്റെ വായന, നിന്റെ സന്തോഷങ്ങൾ ഇന്ന് രാത്രി ഏതിലാണെന്ന് സ്വയമെന്ന് ശോധന ചെയ്. ദുഷ്ടന്മാരുടെ കൂടെ നടക്കരുത്, പാപികളുടെ കൂടെ നടക്കരുത്, പരിഹാസികളുമായി കൂട്ടിയിരുന്ന് ഒരുമിച്ച് മറ്റുള്ളവരെ പരിഹസിക്കുന്ന നിർത്ത. നിന്റെ ധ്യാനം ദൈവവചനത്തിലാകട്ടെ. തമ്പുരാൻ ഇന്ന് രാത്രി നിന്നെ പരിശുദ്ധാത്മാവിന്റെ നദിക്കരയിൽ, ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. വേദപുസ്തകത്തിനകത്ത് ആയിരക്കണക്കിന്, വേദപുസ്തകത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ വൃക്ഷങ്ങളെ കുറിച്ച് ഒത്തിരി പറയുന്ന, ബൈബിളിനകത്ത് 100-ൽ പരം വൃക്ഷങ്ങളെ കുറിച്ച്, സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെന്നാണ്. 100-ൽ പരം. ആമേൻ. അശോക വൃക്ഷം, കതിരമരം, കരുവേലകം, ദേവദാരു, പിചില വൃക്ഷം, അത്തി, ഒലിവ്, മുന്തിരി, ഈസോപ്പ്, കടുകുമണി, ലലിയ, അനവധി വൃക്ഷങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ഈ വൃക്ഷങ്ങളെ കുറിച്ച് പറയുന്നതിനെല്ലാം അർത്ഥമുണ്ട്. കൃപയുള്ള ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ദേവദാരു ആരാധനയെ കാണിക്കുന്നു, കതിരമര യാഗപീഠത്തെ കാണിക്കുന്നു, പിചില വൃക്ഷം ഉടമ്പടിയെ കാണിക്കുന്നു, കരുവേലകം വേർപാടിനെ കാണിക്കുന്നു, അത്തി യഹൂദന്റെ രാഷ്ട്രീയത്തെ കാണിക്കുന്നു, ഒലിവ അവന്റെ മതത്തെ കാണിക്കുന്നു. ഇന്ന് രാത്രികാലം മുന്തിരി ഒരു ആത്മീയനെ കാണിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കടുകുമണി ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ കാണിക്കുന്നു. കൃപയുള്ളവർ കരമടിച്ചോ, കരമുയർത്തി ആരാധിച്ചോ. ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ വൃക്ഷമാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വൃക്ഷമേ, ദൈവത്തിന്റെ വൃക്ഷങ്ങളെ. ഹല്ലേലൂയ. എടുക്കാൻ ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 20-ാം അധ്യായം 19-20 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു പട്ടണം പിടിപ്പാൻ അതിനോട് യുദ്ധം ചെയ്ത്, ഒരു പട്ടണം പിടിപ്പാൻ അതിനോട് യുദ്ധം ചെയ്ത് വളരെ കാലം നിരോധിക്കേണ്ടി വന്നാൽ, വളരെ കാലം നിരോധിക്കേണ്ടി വന്നാൽ അതിന്റെ ചുറ്റുമുള്ള വൃക്ഷങ്ങളെ, അതിന്റെ ചുറ്റുമുള്ള വൃക്ഷങ്ങളെ കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത്. പാസ്റ്ററെ, ഞായറാഴ്ച സഭയിൽ കോടാലി കൊണ്ട് പാവപ്പെട്ട മരങ്ങളെ വെട്ടി നശിപ്പിക്കരുതെന്ന് നമ്മളോട് ബൈബിൾ പറയുന്നു. ചിലർക്ക് കോടാലി കയ്യിൽ കിട്ടിയാൽ നശിപ്പിക്കാൻ മാത്രമേ അറിയൂ.
ഹല്ലേലൂയ. സഭയ്ക്കകത്ത് 2 തൈ വെച്ച് നനച്ച് വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ കഷ്ടപ്പാട് നമുക്കറിയാം. അതുകൊണ്ടാണ് ചിലർ ഒന്ന് ഞായറാഴ്ച സഭയിൽ വിളിക്കാത്തത് പ്രസംഗിക്കാൻ. കാരണം അവനുള്ള മരം വെട്ടിയിട്ട് പൊക്കളയും. കാരണം അത് അവൻ്റെ അല്ലല്ലോ. അതുകൊണ്ട് ആൾ നോക്കി വേണം വിളിക്കാൻ. ദേശത്ത് പെന്തക്കോസ്തുകാരെ മരങ്ങളെ വെട്ടുന്നവനെ പ്രസംഗത്തിന് വിളിച്ചേക്കരുത്. ഒന്നും മനസ്സിലായില്ലല്ലേ? യോഗം കഴിഞ്ഞ് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഹല്ലേലൂയ. മൈക്ക് കയ്യിൽ കിട്ടിയാൽ അഭിഷക്തന്മാരെ പരസ്യമായി, ദൈവമക്കളെ പരസ്യമായി, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവരെ പരസ്യമായി ദേശത്ത് ആക്ഷേപിച്ച് സഭയ്ക്ക് ദോഷമുണ്ടാക്കുന്ന, ദേശത്തെ വളർന്നു വരുന്ന മരങ്ങളെ വെട്ടിക്കളയുന്നവൻ്റെ കയ്യിൽ മൈക്ക് കൊടുക്കാൻ ആമേൻ പാടില്ല. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന തൈ നടാനാ. ഹല്ലേലൂയ. വെട്ടിക്കളയാനല്ല. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്ന തമ്പുരാൻ ചിലരെ വെട്ടാൻ ഏൽപ്പിക്കും. അതെങ്ങനാണെന്നറിയാമോ? ഹല്ലേലൂയ. അത് യഹൂദന്മാരുടെ കാലത്ത് യോഹന്നാൻ സ്നാപകനെ പോലെ ചില പ്രവാചകന്മാരെ ദൈവം അയക്കും. അത് പരസ്യമായിട്ട് മൈക്കെടുത്ത് വെച്ചല്ല വെട്ടേണ്ടത്. ആമേൻ. ദാവീദിനിട്ട് നാഥാൻ വെട്ടി. പക്ഷേ ആ വെട്ടുമ്പോൾ ദാവീദും നാഥാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആഹാബിനെ ഏലിയാവ് വെട്ടി. അത് സഭായോഗത്തിലല്ല, അത് കൊട്ടാരത്തിൽ കയറി ചെന്ന് നേരിട്ടാ വെട്ടിയത്. ആമേൻ. വെട്ടണം, പറയണം, പറയണം, ദൈവാലോചന പറയണം. യോഹന്നാൻ ശ്രാവകനെ പോലെ ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്തതൊക്കെ, നല്ല ഫലം കായ്ക്കാത്തതൊക്കെ അതിനെ വെട്ടി തീയിലിടണം. അവൻ സഭയ്ക്കകത്ത് നിൽക്കുന്നതിനല്ല. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വായിച്ചു. നിങ്ങൾ അതിനെ നിരോധിക്കുമ്പോൾ അതിനെ ചുറ്റും നിൽക്കുന്ന വൃക്ഷങ്ങളെ കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത്. അടുത്ത വാക്യം. അവയുടെ ഫലം നിനക്ക് തിന്നാവുന്നതാകയാൽ, അതിന്റെ ഫലം നിനക്ക് തിന്നാവുന്നതാകയാൽ അവയെ വെട്ടിക്കളയരുത്. അതിനെ വെട്ടിക്കളയരുത്. ഹല്ലേലൂയ. ദേശത്ത് കൺവെൻഷൻ നടത്തുമ്പോൾ ചിലർ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ വെട്ടി മുറിച്ച് കീറരുത്. അത് വളരട്ടെ, അതിന് ഫലമുണ്ട്, അത് സഭയ്ക്ക് പ്രയോജനപ്പെടും. നാളെ ദേശത്ത് അവർ പ്രയോജനമുള്ളവരായി മാറേണ്ടതിന്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യെസ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വൃക്ഷങ്ങളും ചെടികളും വ്യത്യസ്തമായതുണ്ട്, പല രീതിയിലുള്ളതുണ്ട്. ഹല്ലേലൂയ. ആമേൻ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം എടുത്ത്. ആമേൻ. 7:17 വായിച്ചേ. നല്ല വൃക്ഷമൊക്കെയും, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ, ആകാത്ത വൃക്ഷമോ, ആകാത്ത ഫലം കായ്ക്കുന്നു, ആകാത്ത ഫലം കായ്ക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വാചകം എല്ലാവരും അണ്ടർലൈൻ ചെയ്തിട്ടോ. വൃക്ഷത്തെ, നല്ല വൃക്ഷത്തിന്, നല്ല വൃക്ഷത്തെ, ആകാത്ത ഫലവും, ആകാത്ത ഫലവും, ആകാത്ത വൃക്ഷത്തിന്, ആകാത്ത വൃക്ഷത്തിൽ നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. അടുത്ത വാക്യം. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. തീയിലിടുന്നു. ആമേൻ. ഇനി അതിലൊരു വാചകം എഴുതിയിട്ടുണ്ട്. ആമേൻ. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. ആമേൻ. ഹല്ലേലൂയ. കൃപയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രികാല നിന്റെ സ്വഭാവത്തിലൂടെ, നിന്റെ ഇടപെടലിലൂടെ, നിന്റെ ആരാധനയിലൂടെ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഗ്രൗണ്ടിലിരിക്കുന്ന, നിന്റെ അടുത്തിരിക്കുന്ന ആമേൻ വൃക്ഷത്തെ നിനക്ക് തിരിച്ചറിയാൻ പറ്റൂ. ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, പരിശുദ്ധാത്മാവിന് ശരീരവും മനസ്സും വിട്ടുകൊടുക്കുന്ന ദൈവത്തിന്റെ നല്ല വൃക്ഷങ്ങൾക്കായി, ദൈവത്തിന്റെ നല്ല വൃക്ഷങ്ങൾക്കായി നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ വൃക്ഷമാണെന്ന് ഉറപ്പുള്ളവർ, ഉറപ്പുള്ളവർ, ഉറപ്പുള്ളവർ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം എന്നെടുത്ത്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം. ആമേൻ. അതിന് 22-ാം വാക്യം ഒന്ന് വായിച്ചേ. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. ജോസഫ്, യാക്കോബിന്റെ മകൻ ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. നീരുറവിനരികെ, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. എല്ലാവരും ശ്രദ്ധിക്കുക. എന്റെ ദൈവം ജോസഫിനെ വെള്ളമുള്ള സ്ഥലത്ത് നട്ടു. അവൻ ആറ്റരികത്ത് നട്ടു, നീരുറവയ്ക്കരികെ നട്ടു. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമായി. ഇനി ആ വൃക്ഷത്തെ കുറിച്ചൊരു ദൂത് പറയാം. വായിച്ചേ. അതിന്റെ കൊമ്പുകൾ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ.
സ്തോത്രം പറഞ്ഞാട്ടെ. അതിൻ്റെ കൊമ്പുകൾ മതിലിൻ്റെ മേൽ പടരുന്നു എന്ന് പറഞ്ഞാൽ എന്നൊരു ദൂത് പറയാൻ പോവാ. കൃപയുള്ളവർ ആരാധിച്ചോണോ? നല്ല വൃക്ഷമാണോ മതിലിൻ്റെ മേൽ പടർന്നാൽ അകത്ത് നിൽക്കുന്നവനും ഫലം പറിക്കാം, പുറത്ത് നിൽക്കുന്നവനും ഫലം പറിക്കാമോ? കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ സഭയ്ക്കകത്ത് മാത്രം ഫലം കായ്ക്കുന്ന വ്യക്തിയല്ല, പുറത്തുള്ളവരും പറയണം ഷെല്ലി പാസ്റ്റർ ഒരു നല്ല ദൈവദാസനാണെന്ന് കവലയിലെ ഓട്ടോറിക്ഷക്കാർ പറയട്ടെ, കവലയിലുള്ള കടക്കാർ പറയട്ടെ, സൂപ്പർ മാർക്കറ്റുകാർ പറയട്ടെ, നമ്മൾ അറിയാവുന്നവരെല്ലാം പറയട്ടെ. അങ്ങനല്ലേ? അങ്ങനെ വേണം. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. നമ്മൾ ഓട്ടോറിക്ഷ പിടിച്ച് രാത്രി വീട്ടിൽ പോകുമ്പം വീടിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഓട്ടോക്കാരോട് ചോദിക്കണം, എത്രയായി ചേട്ടാ? ഉടനെ പുള്ളി പറയും 40 രൂപ. എത്രയാ? 40. ഉടനെ 50 രൂപ എടുത്ത് കൈ കൊടുക്കണം. എന്നിട്ട് 10 രൂപ ചില്ലറ എടുക്കും, പറയണം ഇരുന്നോട്ടെന്ന്. ചില്ലറ വേണ്ടെന്ന്. അതെന്തിനാ? അതൊരു ഫ്ലക്സാ. 10 രൂപയ്ക്ക് ഫ്ലക്സ് അടിക്കാൻ പറ്റുമോ? പക്ഷേ ആ ഓട്ടോ ഡ്രൈവർ ആ ജംഗ്ഷനിൽ നമ്മുടെ ഫ്ലക്സായി മാറും. അവിടെ ഒരു പാസ്റ്റർ താമസിക്കുന്നുണ്ട്, പേര് ഷെല്ലി എന്നാ. പുള്ളി ഉണ്ടല്ലോ, പൈസ എന്നാൽ ബാലൻസ് മേടിക്കത്തില്ല, നല്ലൊരു മനുഷ്യൻ. ഫ്ലക്സ് അതുപോലെ പിടിച്ചല്ലോ. നീ 250 രൂപയ്ക്ക് ഫ്ലക്സ് അടിക്കുന്നതിന് പകരം 10 രൂപയ്ക്ക് ഫ്ലക്സ് റെഡി പിടിച്ചല്ലോ. കൃപയുള്ളവർ ദൈവത്ത്. അതേസമയം 40 ചോദിച്ചപ്പം 40 ഇല്ലല്ലോ, 30 ഉള്ളൂ എന്ന് പറഞ്ഞ് മഴക്കൊണ്ടാക്കിയാൽ ഫ്ലെക്സ് അവൻ കീറും. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സൂചിച്ചാട്ടെ, സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. ആമേൻ. നിന്റെ വാക്കുകൾ അത് അകത്തും ഫലമായിരിക്കണം, അത് പുറത്തും ഫലം പുറപ്പെടുവിക്കണം. ഓ, ദൈവത്തിന്റെ ആത്മാ പറയുന്ന അർത്ഥം മനസ്സിലായവർ ദൈവത്തെ സൂചിച്ചാട്ടെ. കൃപയുള്ള ദൈവത്തിന്റെ മക്കൾ, ആമേൻ. നീ പോകുന്ന സൂപ്പർ മാർക്കറ്റുകാർ പറയണം അതൊരു പ്രാർത്ഥിക്കുന്ന സഹോദരിയാ. അവരുടെ വാക്ക് കേട്ടാൽ അറിയാം. ആമേൻ. ചേട്ടാ, ഈ പരിപ്പിന് എന്നാ വില? ഇതിന് 90 രൂപ. പിന്നെ ആ ഒറ്റ ഏറിൽ നിന്റെ ഫ്ലക്സ് പോയി കീറി. ഹല്ലേലൂയ. നീ പോകുന്ന സ്ഥലത്ത് നീ പച്ചക്കറി മേടിക്കുമ്പോൾ ചില ആൾക്കാരുണ്ട്, തക്കാളിക്ക് എന്നാ വിലയാ? തക്കാളി കിലോ 140, കാബേജോ 130, പൂൽഗോപി ഉണ്ടോ? ഉണ്ട്, 150. എല്ലാം ചോദിച്ച കടക്കാരനെ കൂടെ പറയിപ്പിച്ചിട്ട് ഒരു 100 ഗ്രാം തക്കാളി എടുത്തട്ടെ. ചിലരുണ്ടല്ലോ, ആ ചുരിദാർ അങ്ങോട്ട് എടുത്തിട്ടെ, അതിങ്ങോട്ട് എടുത്തിട്ടെ, അതിങ്ങോട്ട് എടുത്തിട്ട് ഇതും കൂടെ എടുത്തിട്ട് ആ കടക്കാരനെ കൊണ്ട് പോത്തീസിലെ മുഴുവൻ എടുത്തിടിപ്പിച്ചിട്ട് ഒന്നും ശരിയായില്ല. അന്നേരം അവർ നീ പോയി കഴിഞ്ഞ് പറയും, എവിടുന്ന് വരുന്ന പിശാചടാ ഇതൊക്കെ? നിന്റെ ഫ്ലക്സ് കീറുന്ന അവിടെ അവസപ്പ് മതിലിന്റെ മേൽ പടരുന്നെന്തിനാണെന്നറിയാമോ? അകത്തുള്ളവരും പറയണം, പുറത്തുള്ളവരും പറയണം നീ പ്രാർത്ഥിക്കുന്ന കുഞ്ഞാ, നീ കൃപയുള്ള ദൈവവൈതലാ, ദൈവത്തിന്റെ വൃക്ഷങ്ങളെ. ആമേൻ, ആമേൻ. ഇനിയാണ് രസം. ആമേൻ. ഒരു വൃക്ഷമായാൽ അതിന് എന്ത് വേണം? എളുപ്പം പറ, സമയമില്ല, എളുപ്പം പറഞ്ഞോ. എന്ത് വേണം? കേട്ടില്ല, ആരും കേട്ടില്ല. ഇതുകൊണ്ട് മിണ്ടായിരിക്കുന്നുണ്ടോ? തെറ്റുമോ ശരിയാകുമോ എന്ന് അറിയാത്തതുകൊണ്ടാ. പ്രൈസലോ. ഒരു വൃക്ഷമായാൽ അതിന് എന്ത് വേണം? എന്ത് വേണം? ഫലം വേണം എന്നല്ലേ? എന്നാൽ കുറിച്ചിട്ടോ, ഫലമൊക്കെ പിന്നെ മതി, വേര് വേണം ആദ്യം. കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരുവാ. ഒരു വൃക്ഷമായാൽ ആദ്യം ഫലമല്ല വേണ്ടത്, പറമക്കളെ, വേര് വേണം. ആമേ. ഫലം കൊണ്ട് വൃക്ഷം നിലനിൽക്കത്തില്ല, വേരുണ്ടെങ്കിലേ നിലനിൽക്കത്തുള്ളൂ. ആദ്യം കായ്ക്കുന്നൊക്കെ പിന്നെ കായ്ച്ചാൽ മതി, ആദ്യം നിന്റെ വേരെവിടാന്ന് പറ. വൃക്ഷത്തോട് ദൈവാത്മാ പറയുന്ന വേര് പ്രാർത്ഥനയാ, വേര് ബന്ധങ്ങളാ. ഇവിടെ ഇരിക്കുന്ന പലരുടെയും വേരെന്ന് പറയുന്നത് അവർ അപ്പനാ, അവർ അമ്മയാ. നീ മരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എല്ലാവരും നിന്നെ കാണുമ്പോൾ അടിപൊളി മരം, കൊള്ളാവുന്ന മരം, നല്ല രസമുള്ള മരം എന്ന് മറ്റുള്ളവർ പറയാൻ കാരണം അതിന് വേറുള്ളത് കൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അമ്മച്ചി ഒന്ന് എഴുന്നേറ്റ. അമ്മച്ചി എൻ്റെ കൂടെ വാ. ലോകം മുഴുവൻ കാണട്ടെ കേബ്രഹ്മൺ നോക്കുന്നേ. അമ്മച്ചിക്ക് എത്ര മക്കളാ? അമ്മച്ചിക്ക് 3 മക്കളാ. ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഒരാളെങ്കിലും? അമ്മ വന്നിട്ടുണ്ടോ? മരുമോനെ വന്നിട്ടുള്ളൂ. എന്തേ മരുമോൻ? എന്തേ മരുമോള്? ഒന്ന് എഴുതിട്ട് ഇന്നേ. മോളെ, ഈ അമ്മച്ചിയുടെ മോൻ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഈ അമ്മച്ചിയുടെ ആ മോൻ സൂപ്പറാൻ കാരണം എന്നറിയോ? അമ്മച്ചി വേരാ. അമ്മച്ചിയുടെ വേര് കാണാൻ വലിയ ഭംഗിയില്ല. വേരുകൾ കണ്ടിട്ടുണ്ടോ? വേര് കാണാൻ വലിയ
ഭംഗിയില്ല. പക്ഷെ കാണാൻ ഭംഗിയില്ലാത്ത ആ വേരിൽ വളരുന്ന മരം അത് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? പുറമേ ഭംഗിയില്ലെങ്കിലും ഈ മാതാവിൻ്റെ അകത്ത് വെള്ളമുള്ളിടത്ത് ചെന്ന് വെള്ളം വലിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം ഈ അമ്മയ്ക്കുള്ളത് കൊണ്ട് എവിടെ വെള്ളമുണ്ടോ അവിടെ എല്ലാം പോയി വെള്ളം വലിച്ചു കൊണ്ടുവന്ന് മക്കളെ വളർത്തി ആ മരത്തെ 3 വൃക്ഷങ്ങളെ വലുതാക്കി ഒരു അമ്മയായത് ഒരു അമ്മ. ആമേൻ, ഹല്ലേലൂയ. എനിക്ക് എൻ്റെ അമ്മ അടുത്ത് വന്ന് നിന്നൊരു ഫീലിംഗാണ് ഉണ്ടായത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ഈ അമ്മച്ചിയെ ഞാൻ കാണിക്കാൻ കാരണം എന്നറിയോ? നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ അവൻ ഈ ഗവർണൻ വായിക്കുന്നവരും ഈ പാട് വായിക്കുന്നവരും പാട് വരുന്നവരെല്ലാം ഓർത്തോ, നീ ഇങ്ങനെ മരമായി എല്ലാവരും കാണുമ്പോൾ കൊള്ളാമെന്ന് പറയാൻ കാരണം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ട്, നിനക്ക് വേണ്ടി കരയുന്ന ഒരു അമ്മയുണ്ട്, ഭർത്താക്കന്മാർക്ക് വേണ്ടി കരയുന്ന ഒരു ഭാര്യയുണ്ട്, മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളുണ്ട്. ഓർത്തോ, വേര് നന്നായിട്ട് ആയിരിക്കുന്നത് കൊണ്ടാ ഈ മരം നന്നായിരിക്കുന്നത്. അതുകൊണ്ട് വൃക്ഷങ്ങളല്ല ഇന്ന് ഇവിടുന്ന് ആരാധിക്കുന്ന വൃക്ഷങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വേരുകളെ മറക്കരുത്, വേരുകളെ മറക്കരുത്. ചിലര് വളർന്നു കഴിയുമ്പം വേര് മറന്നു പോകും, വളർത്തിയവരെ മറന്നു പോകും, അമ്മയെ മറന്നു പോകും, അപ്പനെ മറന്നു പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. അവൻ 2ാമത്തെ നിലയിൽ താമസിക്കുന്ന അമ്മായിയമ്മയ്ക്ക് ചായ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണോ, അമ്മച്ച താഴോട്ട് ഇറങ്ങി വന്ന് മേടിക്കുമോ? എളുപ്പം പറ, മരുമോള് പറ. 2ാമത്തെ നിലയിൽ താമസിക്കുന്ന അമ്മായിയമ്മയ്ക്ക് ചായ കൊണ്ടു കൊടുക്കണോ അതോ അമ്മച്ചി താഴോട്ട് ഇറങ്ങി വന്ന് മേടിക്കുമോ? എന്തെങ്കിലും ഒന്ന് പറ. കൊണ്ടു കൊടുക്കണം. കാരണം അമ്മച്ചിക്ക് എന്ത് വയ്യ, പിന്നെ അങ്ങനെ കയറി അവിടം വരെ ചുമ്മാ ഓരോന്ന് പറഞ്ഞുള്ളൂ. 13 സ്റ്റെപ്പ് കയറി മുകളിൽ നിൽക്കുകയാണ് അമ്മച്ചി. അത് മാത്രമോ, ഇന്നലെ ബോംബെയിൽ നിന്ന് വന്നേ ഉള്ളൂ മോൻ്റെ അടുത്തുനിന്ന്. തൻ്റെ അത്രയും ട്രെയിനിൽ കയറി ബോംബെ പോയിട്ട് വന്നതാ. ഇനി ഞാൻ ചോദിക്കുന്നു, ചായ കൊണ്ടു കൊടുക്കണോ ഇറങ്ങി വന്ന് കുടിക്കുമോ? എളുപ്പം പറയാൻ സമയമില്ല. കണ്ടോ, ഇറങ്ങി വന്ന് കുടിക്കണം. ഇവർ കണ്ടോ, 1 സെക്കൻഡ് കൊണ്ട് മാറിയ കണ്ടോ, 1 സെക്കൻഡ് കൊണ്ട് ഇവർ അടവ് മൊത്തം മാറ്റി. ഇന്ന് രാത്രി ഞാൻ പറയും, കൊണ്ടു കൊടുക്കണം. അതമ്മച്ച് ബോംബെ പോയിട്ട് വന്നാലും കൊച്ചി പോയിട്ട് വന്നാലും 13 സ്റ്റെപ്പ് മുകളിലോട്ട് കയറിയാലും ചായ കൊണ്ടു കൊടുക്കണം. അതെന്തിനാണെന്നറിയോ? നല്ല മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെ ഒരു മകനെ പ്രസവിച്ച് ആ പെങ്കൊച്ചിന് കല്യാണം കഴിക്കാൻ കൊടുത്തതിന് നന്ദിക്ക് ചായ മര്യാദ കൊണ്ട് കൊടുക്കുമ്പോൾ സ്തോത്രം പറഞ്ഞ ദൈവത്തെ ഒന്ന് സൂചിച്ചാട്ടെ, സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. കാരണം അത് വേല. അപ്പൻ മുടി നരച്ചു കഴിയുമ്പോൾ, ഷേപ്പ് മാറുമ്പോൾ, കവിളൊട്ടുമ്പോൾ മക്കൾക്ക് അത്ര വലിയ സന്തോഷമില്ല. പപ്പായ്ക്കപ്പം പാൻറ്റിടാനും അറിയത്തില്ല, മുണ്ടെടുക്കാനും അറിയത്തില്ല. ക്ഷമിക്കുമോനെ, നീ മരവായി പോയില്ലേ, അത് വേരിച്ചിരി ഉണങ്ങിയൊക്കെ ഇരിക്കാൻ കാരണം കല്ലിനിടയിൽ കൂടെ പല സ്ഥലത്ത് ചെന്ന് വെള്ളം വലിച്ചുകൊണ്ട് വന്ന് ക്ഷീണിച്ചതാ. മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ വേരിന് മാത്രമുള്ളൊരു ഗുണമുണ്ട്. എന്നാണെന്നറിയോ? അമ്മേ, നിങ്ങൾക്കറിയത്തില്ല. പച്ചവെള്ളത്തിന് മണം എന്താ മക്കളെ? നമ്മൾ കുടിക്കുന്ന പച്ചവെള്ളമില്ലേ, വാട്ടർ, അതിന് മണമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. വായിക്കുക യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9. പച്ചവെള്ളത്തിന് മണമില്ലെന്നാണ് എൻ്റെ മോള് പറഞ്ഞത്. അവൾക്ക് ഇന്ന് രാത്രി ഞാൻ ഇത് തെളിയിച്ചു കൊടുക്കാതെ ഞാൻ പോകുന്നു. അല്ലേ, വായിച്ചോ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് വെട്ടിയാൽ, ലോകത്തിൽ ആരതിനെ വെട്ടിയാലും അത് പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടരാതിരിക്കുകയില്ല. അടുത്ത വാക്യം, അതിന്റെ വേർ നിലത്ത് പഴകിയാലും, നിനക്കുള്ളത്, അതിന്റെ വേര് നിലത്ത് പഴകിയാലും, അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട്. എന്തുകൊണ്ടാ? വെള്ളത്തിന് ഗന്ധമുണ്ടോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇന്നു മുതൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു വെള്ളത്തിന് എന്തുണ്ട്? ഗന്ധമുണ്ട്. വെള്ളം എവിടെ ഉണ്ടെന്ന് അറിയുന്ന ആ ഗന്ധം വെച്ചാ. പക്ഷെ അത് ആർക്കേ അറിയത്തുള്ളൂ? വേരിന് മാത്രമേ അറിയത്തുള്ളൂ.
ഓ ഒന്നും ഞാൻ കൈയടിച്ചില്ലല്ലോ, കഷ്ടം. ഇന്ന് ഈ മീറ്റിംഗ് 10:30 ഞാൻ നിങ്ങൾ കൈയടിക്കാതിരുന്നോ? പ്രീശലോ 10:30 വിടൂല വീട്ടിൽ. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ആമേൻ ആമേൻ. പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്കറിയാം വെള്ളത്തിൻ്റെ ഗന്ധം എവിടെ വരെ പ്രാർത്ഥിക്കണമെന്നറിയാം. ആമേൻ, സ്തോത്രം. എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് കണ്ണുനീരിൻ്റെ ടേസ്റ്റ് എന്നാന്ന്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് രസവും ഒരു ചെറിയ ചൂടുവാന്ന്. ശരിയാണോ? ശരിയാണോ? അത് കരഞ്ഞിട്ടുള്ള അമ്മയ്ക്കല്ല, കണ്ണുനീര് കുടിച്ചിട്ടുള്ള അമ്മയ്ക്ക് അറിയത്തുള്ളൂ. കരഞ്ഞ് കണ്ണുനീര് തൂത്തുകളയാതെ അത് കുടിച്ച അമ്മയ്ക്കറിയാം ഈ വെള്ളത്തിൻ്റെ ഗന്ധം എന്താ, ഈ കണ്ണുനീരിൻ്റെ ഗന്ധം എന്താ, ഈ കണ്ണുനീര് എങ്ങനാ. ഇത് കുടിച്ചവർ അവൻ എനിക്ക് കണ്ണുനീരിൻ്റെ അപ്പം തിന്മാനും അനവധി കണ്ണുനീർ കുടിപ്പാനും തന്നിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ മക്കൾക്ക് വേണ്ടി കരയുന്ന അമ്മമാര്, മക്കൾക്ക് വേണ്ടി കരയുന്ന അപ്പന്മാര്, ഇന്ന് രാത്രികാലം നിങ്ങളാണ് ഈ മരത്തിന്റെ വേര്, നിങ്ങളാണ് ഈ മരത്തിന്റെ വേര്. അപ്പൊ വൃക്ഷത്തിൽ ആദ്യം കാണേണ്ടത് എന്താ? ഫലമല്ല, പിന്നെന്തുവാ? വേര്. അപ്പോൾ വേരിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വേര് കഴിഞ്ഞാൽ പിന്നെ വൃക്ഷത്തിൽ അടുത്തെന്താ വേണ്ടേ? എളുപ്പം പറ. ഫലമല്ല, കൊമ്പ് വേണം. കൊമ്പ് എന്ത് വേണം? കൊമ്പ്. വല്ല കിളി അതേ വന്ന് ഇരിക്കട്ടെ. ചിലർ മനഃപൂർവ്വം കൊമ്പ് വെട്ടി കളഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുത്തരും എൻ്റെ കൊമ്പേ വന്ന് ഇരിക്കണ്ട. അല്ലേ, നീ ദൈവത്തിൻ്റെ മരമാണോ, ദൈവത്തിൻ്റെ വൃക്ഷമാണോ? നിനക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം. നിന്റെ കൊമ്പുകളിൽ അനേകർ വന്ന് ആശ്വസിക്കട്ടെ. ഹല്ലേലൂയ. നീ ഒരു വൃക്ഷമാണെങ്കിൽ ദൈവാത്മാ പറയുന്നു നിനക്ക് കൊമ്പുകൾ, ശിഖരങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി. എന്തിനാ നിന്റെ ബൈക്കിന് 2 സീറ്റ്? സമയമില്ല, എളുപ്പമെന്ന് പറ. എന്തിനാ നിന്റെ ബൈക്കിന് 2 സീറ്റ്? നിനക്ക് മാത്രം യാത്ര ചെയ്യാനാണെങ്കിൽ ആ പുറകുവശത്തെ കുഷ്യൻ വെട്ടിക്കളഞ്ഞാൽ. 2 സീറ്റുള്ള വണ്ടി ദൈവം തന്നിരിക്കുന്നത് ഒരാളെ കൂടെ കയറ്റാനാ. അത് നിന്റെ വൃക്ഷത്തിൻ്റെ ഒരു ശിഖരമാണ്. നിന്റെ കാറിന് ദൈവം 5 സീറ്റ് തന്നത് ചിലരെ കൂടെ സഹായിക്കാനാ. ദൈവം തന്റെ വണ്ടിക്ക് 7 സീറ്റ് തന്നാൽ ഒരുപാട് പേരെ ചർച്ചിൽ വിളിച്ചുകൊണ്ട് വരാനാ ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സൈക്കിൾ മാത്രം ഉണ്ടായിരുന്ന സഭയ്ക്ക് ഇന്ന് മോട്ടോർ ബൈക്കുകളും കാറുകളും ദൈവം തന്നത് വാഹനമില്ലാത്തവരെ പോയി കൊണ്ടുവരാനാ. ആമേൻ ആമേൻ ആമേൻ. ദൈവം നമുക്ക് ചില ശിഖരങ്ങൾ തന്നിട്ടുണ്ട്. ശിഖരങ്ങൾ. ആമേൻ. നിങ്ങളുടെ വീട്ടിൽ ആകെ മൊത്തം 4 പേരെ ഉള്ളെങ്കിൽ 4 ഗ്ലാസ് പോരെ? ഇപ്പം എത്ര ഗ്ലാസ് ഉണ്ട് മൊത്തം? 10-20 ഗ്ലാസ്. 5 ഉള്ളോ? 10-20 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരെ വിരിച്ച് ചായ ഇട്ട് കൊടുക്കാനാണ് ദൈവം അത്രയും ഗ്ലാസ്. അല്ലാതെ 20 ഗ്ലാസ്സിൽ ഒന്നിച്ച് നീ തന്നെ കുടിക്കാനല്ല. പ്രഷർ സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ വീട്ടിൽ കൂടുതൽ പ്ലേറ്റ് തന്നിരിക്കുന്ന അതിനാ. നിന്റെ വീട്ടിൽ ഡൈനിങ് ടേബിൾ വന്നിരിക്കുന്ന അതിനാ. സ്വത്രം പറ സന്തോഷത്തോടെ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ശിഖരങ്ങൾ സഹായിക്കാൻ, മറ്റുള്ളവർക്കൊരു ഹെൽപ്പായി. ആമേൻ. അപ്പോൾ വൃക്ഷമായാൽ അതിന് വേര് വേണം. രണ്ടാമത് എന്ത് വേണം? ശിഖരങ്ങൾ വേണം. മൂന്നാമത് പറ, എളുപ്പം പറ. ആരും പറയത്തില്ല, എനിക്കറിയാം. തെറ്റുപോ എന്നുള്ള പേടിയാ. പറഞ്ഞു നോക്കിയാൽ ശരിയാ. പറഞ്ഞു. ഇലകൾ വേണം. എവിടെയോ പ്രസംഗം കേട്ടിട്ടുണ്ട്. സ്വത്രം പറഞ്ഞാട്ടെ. അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നവരായിട്ട് കേട്ടിട്ടുണ്ട്. ആമേൻ. അടുത്തത് എന്ത് വേണം? ഇലകൾ വേണം. എന്താ? ഇലകൾ തണലാണ്. നിന്റെ അയൽപക്കത്തിന് നീ ഒരു തണലായിരിക്കണം. ദേശത്തിനൊരു തണലായിരിക്കണം. നിന്റെ കൂട്ടുകാർക്ക് നീ ഒരു തണലായിരിക്കണം. അപ്പൻ അമ്മയ്ക്ക് തണലായിരിക്കണം. അപ്പൻ മക്കൾക്ക് തണലായിരിക്കണം. മക്കൾ ആ മാതാപിതാക്കൾക്ക് തണലായിരിക്കണം. കർത്താവ് പറയുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്നത് ഇലവാടാത്ത പച്ച നിറമുള്ള ഇലയുള്ള വൃക്ഷമേ, മറ്റുള്ളവർക്ക് തണലായി 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 തണലായി. കരമടിച്ച് ദൈവത്തൊന്ന് സ്തുതിച്ചാട്. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, അതിന് വേരുണ്ട്, അതിന് ശിഖരങ്ങളുണ്ട്, അതിന് ഇലകളുണ്ട്. നീ മറ്റുള്ളവർക്ക് സഹായമാണ്, നീ മറ്റുള്ളവർക്ക് ആശ്വാസമാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. ഒരു വൃക്ഷമായാൽ അതിന് ഫലങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണോ? അല്ല. ഫലമാണോ? അടുത്ത ഫലമാണോ? ഉണ്ട്. മിണ്ടാത്ത കണ്ടു. വൃക്ഷമായാൽ വേരുണ്ട്, ശിഖരങ്ങളായി.
ഇലയായി. അടുത്തെന്താ വേണ്ടേ? ഫലമല്ല, പൂക്കൾ. എന്താ പൂക്കളുടെ പ്രത്യേകത? എന്താ? ബ്രദറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ രാവിലെ മുറ്റത്തോട് ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ നട്ട ഒരു ചെമ്പരത്തി പൂത്ത് നിൽക്കുന്നു. മനസ്സിൽ എന്ത് തോന്നും? പറഞ്ഞു, ആ വികാരം പറഞ്ഞു. സന്തോഷം. പൂക്കൾ നമ്മളെ എന്ത് ചെയ്യിക്കുന്നു? സന്തോഷിപ്പിക്കുന്നതാണ്. നമുക്ക് എക്സൈറ്റ്മെന്റ്, ജിജ്ഞാസ തരുന്നതാണ്. അത് മറ്റുള്ളവരെ കാണിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാ. തമ്പുരാൻ പറയും, നീ ഒരു വൃക്ഷമാണെങ്കിൽ നിനക്ക് വേരുണ്ടായിരിക്കണം, ശിഖരമുണ്ടായിരിക്കണം, അതിൽ ഇലയുണ്ടായിരിക്കണം. അവിടെ മാത്രം പോരാ. ആമേൻ. മാവ് കായ്ച്ചു എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ തുടങ്ങാം, മാവ് പൂത്തു. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാ അറിയോ? പൂത്താൽ നമുക്കൊരു കാര്യം അറിയാം, ഉറപ്പാ. പറഞ്ഞ മക്കളെ, കായ്ക്കും. അങ്ങനെയാണെങ്കിൽ പൂത്താൽ നമുക്കറിയാം അടുത്ത മാസം ഞാൻ മാങ്ങാപ്പഴം കഴിക്കുക. കൃപയുള്ളവർ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആത്മശക്തിയോടെ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൽ ദൈവത്തൊന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി പറയാ, നീ ജോസഫാണ്, നീ ഫലമുള്ള വൃക്ഷമാണ്, നീ മതിന്മേൽ പടരുന്ന വൃക്ഷമാണ്, നീ പ്രത്യാശയുള്ള വൃക്ഷമാണ്, നീ വെള്ളത്തിന്റെ ഗന്ധം അറിയാവുന്ന വേരുള്ള വൃക്ഷമാണ്. തമ്പുരാൻ പറയുന്നു, നിനക്ക് ശിഖരങ്ങളുണ്ട്, നിനക്ക് ഇലകൾ ഉണ്ട്, നിനക്ക് പൂക്കളുണ്ട്, നാളെ കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്. സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. മറ്റൊരു പ്രത്യേകതര വൃക്ഷത്തെ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാ. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ആമേൻ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഒരു അത്തിവൃക്ഷം കണ്ടു, അടുക്കെ ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്ന് കാണായികയാൽ. കാരണം കർത്താവിന്റെ ദാസൻ വന്ന് പ്രസംഗിച്ചല്ലോ. എന്ത് വേണമെന്നാ പ്രസംഗിച്ചേ? ഇല വേണമെന്ന് പ്രസംഗിച്ചു. ഇപ്പം ഇലയല്ലാതെ. എല്ലാവരും പറയാം, ഇലയുണ്ടല്ലോ, നിറച്ച ഇലയുണ്ടല്ലോ, തണലുണ്ടല്ലോ. പക്ഷെ കർത്താവ് നിന്റെ വൃക്ഷത്തിലേക്ക് നോക്കുന്നത് ഇല കാണാനല്ല, നിന്റെ തടി കാണാനല്ല, അവൻ നിന്റെ ശിഖരം മാത്രം കാണാനല്ല. അതല്ല വേണം. പക്ഷെ ദൈവം നോക്കുന്നത് നിന്റെ ഇലകളല്ല. ലോകം നോക്കുന്നത് ഇലയുണ്ടോ, തടിയുണ്ടോ, തടിക്ക് നല്ല തടിയുണ്ടോ, ശകരമുണ്ടോ, ഇതെല്ലാം ലോകത്ത് കാണുന്നതാ. പൂവൊക്കെ നോക്കുന്നത് ലോകമാ. പക്ഷെ ദൈവം ഇന്ന് രാത്രി നോക്കുന്നത് ഫലമുണ്ടോ എന്നറിയാൻ. സ്തോത്രം പറ. ദൈവത്തെ സ്തുതിക്ക. ആമേൻ. ഒന്ന് വായിച്ചേ. ഇലയല്ലാതെ ഒന്ന് കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും. നിൽക്കട്ടെ, ശപിക്കാൻ മറട്ടെ. ആവേശം വേണ്ട. ലൂക്കോസ് 13-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ശപിക്കാം. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു. ആര്? വായിച്ചാൾ തന്നെ പറഞ്ഞു. ആര്? ഒന്നുകൂടെ വായിച്ചാൽ പിടി കിട്ടും അതാരാന്ന്. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ എന്ന് പറഞ്ഞെങ്കിൽ അതാരാ? തോട്ടത്തിന്റെ ഉടമസ്ഥൻ. പറഞ്ഞാട്ടെ. പേടിച്ചു പോയോ? ഇല്ല, അത് തോട്ടത്തിന്റെ ഉടമസ്ഥനാണ്. ഉടമസ്ഥൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാ. മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ സഭയുടെ ഉടമസ്ഥൻ. ഹല്ലേലൂയ. ആമേൻ. സഭയുടെ ഉടമസ്ഥൻ സഭയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് കിട്ടും. വായിച്ചോ. ഉടമസ്ഥൻ വന്ന് പറഞ്ഞു, അവൻ അതിൽ ഈ സഭയുടെ നടുക്ക് ആര് നിപ്പുണ്ടെന്ന് പറ ആദ്യം. മുന്തിരിത്തോട്ടത്തിന്റെ നടുക്ക് എന്തോ നിപ്പുണ്ട്. അത് കേട്ടില്ല ആരും. മൈക്ക് എവിടെ? അത്തി യഹൂദന്റെ രാഷ്ട്രീയത്തെ കാണിക്കുന്നു. അത്തി തളിർക്കുമ്പോൾ
വേനൽ അടുത്തു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ രാഷ്ട്രീയ ഭാവി ഒരുക്കപ്പെടുമ്പോൾ യേശുവിന്റെ വരവെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ അത്തി യഹൂദന്റെ രാഷ്ട്രീയത്തെ കാണിക്കുന്നു. അങ്ങനാണെങ്കിൽ ഇപ്പോൾ ഈ അത്തി എവിടെ കയറി നിൽക്കുന്നു? പറഞ്ഞോ. മുന്തിരിത്തോട്ടത്തിനകത്ത്. മുന്തിരിത്തോട്ട സഭയാ. സഭയ്ക്കകത്ത് രാഷ്ട്രീയം കളിക്കുന്ന അത്തിയേ. കണ്ടോ? ശബ്ദമില്ലാത്ത കണ്ടോ? ഗ്രൗണ്ടിൽ നിന്ന് ശബ്ദം കുറയുന്ന കണ്ടോ? സഭയ്ക്കകത്ത് കയറി കസേര കളിക്കുന്ന അത്തിയേ. ഉടമസ്ഥൻ പറയാ അവനെ വെട്ട. ഞാൻ ചോദിക്കുന്നു, സഭയ്ക്കകത്ത് രാഷ്ട്രീയം കളിക്കുന്നത് യേശുവിന് ഇഷ്ടമാണോ? പാസ്റ്റർ മിണ്ടിയിട്ടില്ല. ഹല്ലേലൂയ. കസേര കളിക്കുന്നവർ ഓർത്തോ, അതെന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ടാ പറഞ്ഞത് സഭയുടെ നടുക്കൊരു അത്തി നിപ്പുണ്ട്. ബാക്കി അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു. ആര്? അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ആര്? ഉടമസ്ഥൻ. കണ്ടില്ല താനും. കണ്ടില്ല. അവൻ തോട്ടക്കാരനോട്. അതാര്? അതാണ് പാസ്റ്റർ. ഹല്ലേലൂയ. 3 വർഷമായിട്ട് സഭയ്ക്കകത്ത് സ്വോത്രം പറയാത്ത ഒരുത്തെ ഇരുന്നിട്ട് ഇതുവരെ കണ്ട ഉടമസ്ഥൻ വന്ന് പറയാണ്, ഈ സഭയ്ക്കകത്ത് 3 കൊല്ലമായിട്ട് ഫലം കായ്ക്കാത്ത ഒരുത്തൻ ഇരിപ്പുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് കൊല്ലം ഐഡിയ കിട്ടുന്നുണ്ടോ? അത് ആരാന്നല്ലോ കിട്ടുന്നുണ്ടോ? വെട്ടാൻ വരട്ട് പറയാണ്. ഈ സഭയ്ക്കകത്ത് അമ്മ നിന്റെ കണ്ണ് വെട്ടിച്ച് അമ്മ തോട്ടക്കാരനോട് പാസ്റ്ററോട് പറയാ, ഞാൻ കണ്ടു 3 വർഷമായി അവൻ ഫലം തരുന്നില്ല. ഫലം തരാത്തൊരത്തി ഈ മുന്തിരിത്തോട്ടത്തിന്റെ നടുക്കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന, കസേര കളിക്കുന്ന ചിലത് ഇതിനകത്തുണ്ട്. ആമേൻ. ഉടമസ്ഥൻ പറഞ്ഞു വെട്ടുകള. ഉടനെ പാസ്റ്റർ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. തോട്ടക്കാരൻ എന്ത് പറഞ്ഞു? ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും, അതിനെ വെട്ടിക്കളക. ആര് പറഞ്ഞു? ഉടമസ്ഥൻ പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ എന്നാ പറഞ്ഞു? നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ കസേര എന്തിനാണ് ഇവനെ ഇരുത്തി നശിപ്പിക്കുന്നത്? വേറെ ആരെങ്കിലും വന്ന് ഇരിക്കൂലേ എന്നാ ചോദിച്ചതിന്റെ അർത്ഥം. നിലത്തെ നിഷ്ഫലമാക്കുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ചിലരൊക്കെ ചത്തുപോയി ആ 3 യൂണിറ്റ് റേഷൻ ജീവിച്ചിരിക്കുന്ന നല്ല മനുഷ്യൻ മേടിച്ച് കഴിച്ചു കൂടെ എന്നാണ് അതിന്റെ അർത്ഥം. വായിക്കുക. അതിനവൻ കർത്താവേ. ഇപ്പൊ മനസ്സിലായോ? ഉടമസ്ഥൻ കർത്താവാന്ന് പിടികിട്ടിയോ? ഇതൊന്ന് വായിച്ചു വന്നാലേ മനസ്സിലാകത്തുള്ളൂ. കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച്. നിൽക്കുക വളവൊക്കെ ഇടാൻ പറട്ടെ, ആദ്യം കിളക്കട്ടെ. പാസ്റ്റർക്ക് വയ്യെന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആ ചെറുപ്പക്കാർ ആരോഗ്യമൊന്നും ഇല്ല, എന്നാലും ഇളക്കമില്ലാത്ത ചിലത് സഭയ്ക്കകത്തുണ്ട്. പിടികിട്ടിയില്ല ആർക്കും. ഇനി എന്തോ ചെയ്യണത്? ഇളകണം. എന്തോ ചെയ്യണം? കിളയ്ക്കണം എന്ന് പറഞ്ഞാൽ ഉറച്ച മണ്ണ്. ആമേൻ. അലറി കൂവിയാലും ചലിക്കാത്ത ചിലത്, അതാണ് ഈ ഉറച്ച മണ്ണ്. അവൻ ചവിട്ടുമുള്ളിന് ചവിട്ടി ഇറക്കിയാലും അവൻ ഉടയാത്ത ചിലത്. എൻ്റെ തമ്പുരാൻ പറയാ, അവൻ ഇങ്ങനെ നിൽക്കുന്നതിന് വെട്ടിക്കള. പക്ഷെ പാസ്റ്റർ പറയാ, എനിക്ക് പ്രായമുണ്ട് ശരിയാ, ആരോഗ്യക്കുറവുണ്ട് ശരിയാ, എന്നാലും ഞാനതിനെ കിളച്ച് അതിന് ചുറ്റും വളമിടാ. 2025 കായ്ക്കുന്നില്ലെങ്കിലോ അതിനെ വെട്ടിക്കളയാം. ആമേൻ. നിങ്ങൾ അറിയണം, നമുക്ക് മത്തായി 21 പോകാം. നിങ്ങൾ അറിയണം, കർത്താവ് ഒരു കാരണമില്ലാതെ ഒന്നും പറയത്തില്ല. ആമേൻ. നിങ്ങൾ നോക്കിയാൽ കർത്താവ് അത്തിയിൽ ഫലം തെരഞ്ഞു. അടുത്ത വാക്യം വായിച്ചേ. ഫലം കണ്ടില്ല, ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. അടുത്ത വാക്യം. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. എന്നാൽ അവിടെ ഇതേ ഭാഗം വേറെ എഴുതിയിട്ടുണ്ട്. അത് അത്തിപ്പഴത്തിന്റെ കാലം. അതവിടെ എഴുതിയിട്ടുണ്ടോ? ഇത് അത്തിപ്പഴത്തിന്റെ കാലം അല്ലായിരുന്നു. കർത്താവ് അത്തിയെ ഫലം തേടിയപ്പോൾ അത് ഏതിന്റെ സീസൺ അല്ല,
അത് ശരിയാണ്. മാങ്ങയുടെ സീസൺ അല്ലാത്തപ്പം മാവെ മാങ്ങ നോക്കിയിട്ട് മാങ്ങ കാണാതെ മാവിനെ ശപിക്കുന്നത് ശരിയാണോ ബ്രദർ? ശരിയാണോ എന്ന് പറ. അപ്പോൾ യേശു ചെയ്തത് ശരിയല്ലെന്നല്ലേ പറഞ്ഞത്? ഇരിക്കട്ടെ കേട്ടോ, യോഗം കഴിഞ്ഞ് കാണാം. അല്ലല്ലോ, യേശു ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന് ഇപ്പം ഞാൻ തെളിയിക്കാൻ പോവാം. എടുക്കാവർത്തന പുസ്തകം 24 യേശു എന്ത് കണ്ടാണ് അത്തിപ്പഴത്തിൻ്റെ സീസൺ അല്ലാത്തപ്പം അത്തിയിൽ പഴം അന്വേഷിച്ച് എന്തിനാ, ഫലം അന്വേഷിച്ച് എന്തിനാ? 24:20-21. ഒലിവ് വൃക്ഷത്തിന്റെ ഫലം തല്ലുമ്പോൾ, ഒലിവ് വൃക്ഷത്തിൻ്റെയോ അത്തിയുടെയോ ഫലം യഹൂദൻ പറിക്കുമ്പോൾ കൊമ്പ് തപ്പിപ്പറിക്കരുത്. കൊമ്പ് തപ്പിപ്പറിക്കരുത്. എൻ്റെ തമ്പുരാൻ പ്രമാണമില്ലാതെ എവിടെങ്കിലും കയറി തൊടുവോ? അല്ലേലിയ, തമ്പുരാൻ പ്രമാണമില്ലാതെ തൊടത്തില്ല. ഇത് മോനെ കുറിച്ച് വെച്ചോണേ വാക്യം. ആമേൻ. കർത്താവ് എന്തിനാ സീസൺ അല്ലാത്തപ്പോൾ അത്തിയെ ശപിക്കുന്നത്? എന്തിനാ? ഈ യഹൂദൻ, ഈ അത്തിയുടെ ഉടമസ്ഥനായ യഹൂദന് ഒരു പ്രമാണം തെറ്റിച്ചു. കാരണം അത്തിയിൽ അവൻ ഫലം പറിക്കുമ്പോൾ, ഒലിവിൽ ഫലം പറിക്കുമ്പോൾ കൊമ്പ് തപ്പി പറിക്കരുത്. വായിക്കേ, അത് പരദേശിക്കും, അത് പരദേശിക്കും, അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. വിധവയ്ക്കും വേണ്ടി 2-3 എണ്ണം അവൻ അതേ വിടണമായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞേ? എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞേ? കർത്താവ് വന്നത് ന്യായപ്രമാണത്തിൻ്റെ നിവർത്തിയാ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എൻ്റെ കർത്താവ് ഇന്ന് രാത്രി എന്താ പറഞ്ഞു വരുന്നതെന്നറിയാമോ? ഏത് സമയത്തും വിശക്കുന്നവൻ നിന്റെ അടുക്കൽ വന്നാൽ നിന്റെ അടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ബാക്കി ഉണ്ടായിരിക്കണമോ? എല്ലാ കൊമ്പും തപ്പി പറിച്ചിട്ട് ഒന്നുമില്ലാതെ നിൽക്കാനല്ല തമ്പുരാൻ നിന്നെ വിളിച്ചത്. എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറയാനല്ല വിളിച്ചത്. വിശക്കുന്നവൻ അടുത്തു വന്നാൽ, ഒരാൾ വിശക്കുന്നെന്ന് പറഞ്ഞാൽ അവൻ്റെ തലേ കൈവച്ചിട്ട് ഇവൻ്റെ ആമാശയത്തിനകത്ത് വ്യാപരിക്കുന്ന വിശപ്പിനെ ശാസിക്കുന്നു എന്ന് പറയരുത്. 100 രൂപ കൊടുത്ത് ചോറ് മേടിച്ചു കൊടുക്കണം. വിശപ്പിനെ നീ ശാസിക്കരുത്, ദാഹത്തെ ശാസിക്കരുത്. അവൻ ഒരു ഉടുപ്പില്ലാത്ത വന്നാൽ അവന് ഉടുപ്പ് വാങ്ങിക്കൊടുക്കാൻ മടിക്കരുത്. നിന്റെ വീട്ടിൽ അനവധി അവൻ അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ പാവപ്പെട്ടവന് കൊടുക്കാൻ മടിക്കരുത്. തമ്പുരാൻ പറയാ, ഈ അവൻ അത്തിയിൽ നീ കൊമ്പ് തപ്പി പറിക്കരുത്. അനാഥനും പരദേശിക്കും വിധവയ്ക്കും വേണ്ടി ചില ഫലങ്ങൾ അതിൽ ഇടണം. നീ വൃക്ഷമാ ദൈവത്തിൻ്റെ, നീ ദൈവത്തിൻ്റെ വൃക്ഷമാ. ഒരു വൃക്ഷമാണെങ്കിൽ അതിന് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. എപ്പോഴും മറ്റുള്ളവർക്ക് അവൻ ഫലം കൊടുക്കുന്നവരായി തീരുവാൻ തമ്പുരാൻ ഇന്ന് രാത്രി വിളിച്ചു പറയാ. കൃപയുള്ളവർ കർത്താവിനെ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞ് സ്തുതിച്ചാട്ട്, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. യെസ്, ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകുക. ദൈവത്തെ സന്തോഷത്തോടെ അമ്മ എസക്കേൽ പ്രവചനം എടുക്കാം. എസക്കേൽ അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി, ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി, താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും, താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും, പച്ചയായുള്ള വൃക്ഷത്തെ ഉണക്കി, പച്ചയായുള്ള വൃക്ഷത്തെ ഉണക്കും, ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. ആമേൻ. മലൈക്കട ദേശത്തെ തിരുവനന്തപുരം ജില്ലയിലെ സകല വൃക്ഷങ്ങളും അറിയാൻ സ്വർഗത്തിലെ തമ്പുരാൻ എഴുതുന്ന എഴുത്ത്. അവൻ ഉയർന്ന വൃക്ഷത്തെ താഴ്ത്താൻ അറിയാം, അവന് താഴ്ന്ന വൃക്ഷത്തെ ഉയർത്താൻ അറിയാം. ഇന്ന് രാത്രി കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. അവന് താഴ്ന്നതിനെ ഉയർത്താൻ അറിയാം, ഉയർന്നതിനെ താഴ്ത്താൻ അറിയാം, പച്ചയായതിനെ 1 സെക്കൻഡ് കൊണ്ട് ഉണക്കാൻ അറിയാം. എന്നാൽ ഉണങ്ങി നിൽക്കുന്നതിനെ 1 സെക്കൻഡ് കൊണ്ട് തളർപ്പിക്കാനും എൻ്റെ ദൈവത്തിന് അറിയാം. ഈ രാത്രി മറന്നു പോകരുത്. സകല വൃക്ഷങ്ങളും ഇന്ന് രാത്രി ഇത് കേൾക്കണം, സകല മരങ്ങളും ഇന്ന് രാത്രി ഇത് അറിയണം. പ്രത്യാശയുള്ള ദൈവത്തിന്റെ വൃക്ഷങ്ങൾ, കർത്താവിന്റെ മരങ്ങൾ ഇന്ന് രാത്രി അത് അറിയണം. അവൻ യേശു ഒരു അത്തിയെ ശപിച്ചു. സ്തോത്രം. അത് ക്ഷണത്തിൽ പറഞ്ഞു ഉണങ്ങിപ്പോയി. എന്നാൽ സമാപന കൂടാരത്തിൽ അവൻ 12 വടി കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഓരോ ഗോത്രപിതാക്കന്മാർ അവരവരുടെ പേരെഴുതി സമാഗമന കൂടാരത്തിനകത്ത് വടിവെച്ചു.
എന്നാൽ ലേവി ഗോത്രത്തിൻ്റെ വടിയിൽ അഹരോൻ്റെ പേരെഴുതി വെച്ചു. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അഹരോൻ്റെ പേരെഴുതിയ വടി അത് തളിർത്ത്, അത് പൂത്ത്, അത് ബദാം കായ്ക്കാനിടയായി. ഇന്ന് രാത്രി ഞാൻ അടുത്തൊരു ഡിക്ലറേഷൻ പറയുന്നു. കൃപയുള്ളവർ ആരാധിച്ചോ. ഒരു സെക്കൻഡ് കൊണ്ട് ഫലമില്ലാത്തതിനെ അവന് ശപിച്ച് ഉണക്കിക്കളയാനും അറിയാം. എന്നാൽ ഉണങ്ങിയ വടിയെ ഒരൊറ്റ ദിവസം കൊണ്ട് തളിർപ്പിച്ച് ഫലമുള്ളതാക്കാനും എൻ്റെ ദൈവത്തിന് അറിയാം. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി ഒരു ഉണങ്ങിയ അവസ്ഥയിലാണോ നീ വന്നിരിക്കുന്നത്? ഒരു ഫലമില്ലാത്ത അവസ്ഥയിലാണോ? നന്മകൾ മുഴുവൻ കെട്ടുപോയ അവസ്ഥയിലാണോ? എന്നാൽ തമ്പുരാൻ പറയുന്നു, 24 മണിക്കൂറിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ ചില പുതിയ വാതിലുകളെ തുറക്കുവാൻ, ചില നന്മകളുടെ വാതിലുകൾ തുറക്കുവാൻ, ചില ഉണങ്ങിയതിനെ അതിനെ തളിർപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി തലയിൽ കൈവച്ചിട്ട് പറ, ആ ദൂത് ഞാൻ ഏറ്റെടുക്കുന്നെന്ന് പറ, ആ പ്രവചനം ഞാൻ ഏറ്റെടുക്കുന്ന പറ, ആ പ്രവചനം എൻ്റെ ജീവിതത്തോട് ദൈവം സംസാരിക്കുന്ന പറ. സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച, മനസ്സ് നിറഞ്ഞ് ആത്മശക്തിയോട് തമ്പുരാൻ ഇന്ന് രാത്രി പറയുന്നു, ഞാൻ ഉണങ്ങിയതിനെ തളിർപ്പിക്കാൻ പോകുക. ഇതിനകത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന അമ്മമാരോട്, പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളോട്, പിതാക്കന്മാരോട്, അഭിഷക്തന്മാരോട് ദൈവാത്മാ പറയുന്നു, ഉണങ്ങിപ്പോയത്, ഒരു തളിരില പോലും ഇല്ലാത്തത്, ഇനി മുൻപോട്ട് എൻ്റെ യാത്ര എങ്ങനെയാ, എൻ്റെ ജീവിതം എന്തായിത്തീരും? ഒരു തളിരിന്റെ ഇല പോലും ഇല്ലല്ലോ, ഒരു മുകളങ്ങൾ പോലും ഇല്ലല്ലോ, ഒരു തളിർപ്പ് പോലും കാണാനില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ജീവിതമേ, എൻ്റെ ദൈവം ഇന്ന് രാത്രി പറയുന്നു, നിന്നിലൊരു തളിർപ്പുണ്ടാകാൻ വർഷങ്ങൾ വേണ്ട. എൻ്റെ ദൈവം ഒന്ന് തൊട്ടാൽ, എൻ്റെ തമ്പുരാൻ ഒന്ന് തൊട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ അത് പൂത്ത്, അത് ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഈ രാത്രി ദൈവാത്മാ പറഞ്ഞാൽ സന്തോഷത്തോടെ ആരാധിക്കാൻ, മനസ്സ് നിറഞ്ഞ് ദൈവത്തോട് ആരാധിക്കാൻ, ആത്മ മണ്ഡലം തുറക്കുന്ന രാത്രി, അത്ഭുതങ്ങളുടെ രാത്രി, വിടുതലിന്റെ രാത്രി, സൗഖ്യത്തിന്റെ രാത്രി, ദൈവം പ്രവർത്തിക്കുന്ന രാത്രി, നിന്റെ സാമ്പത്തിക വിഷയങ്ങൾക്ക് മാറ്റം വരുന്ന രാത്രി, നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന രാത്രി, ഇത് യേശു നിന്നെ തൊടുന്ന രാത്രിയാ. യെസ്, സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. കൂട്ടുകാരിൽ പരമായെന്നിൽ ആനന്ദ തൈലം പകർന്നു, കൂട്ടുകാരിൽ പരമായെന്നിൽ ആനന്ദ തൈലം പകർന്നു, ശത്രു മധ്യയും എൻ്റെ തല ഉയർത്തി, ഓ ശത്രു മധ്യയും എൻ്റെ തല ഉയർത്തി, നാഥൻ നടത്തിയ നന്ദിയേകിടാതിരുന്നിടുമോ, നാഥൻ നടത്തിയ വിധങ്ങളോർത്താ, നന്ദിയേകിടാതിരുന്നിടുമോ, ഭാരം ദുഃഖമേറിയപ്പോൾ ഏകനെന്നു കരുതിയപ്പോൾ, ഭാരം ദുഃഖമേറിയപ്പോൾ ഏകനെന്നു കരുതിയപ്പോൾ ചാരയണച്ചു അവൻ ആശ്വാസം നൽകി, എന്നെ ചാരയണച്ചു ആശ്വാസം നൽകി, നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ, നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ, കൂട്ടുകാരിൽ പരമായെന്നേ ആനന്ദ തൈലം, കൂട്ടുകാരിൽ പരമായെന്നേ ആനന്ദ തൈലം പകർന്നു, ശത്രു മധ്യയിൽ എന്റെ തല ഉയർത്തി, ഓ ശത്രു മധ്യയിൽ എന്റെ തല ഉയർത്തി, നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ, നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ. അല്ലേലും വയ്യാന്നോ? ഇപ്പോഴാണ് വയ്യാഴിക ഒന്ന് മാറിയത്. ആദ്യം കേട്ടത് അല്ലേലും വയ്യ എന്നാ കേട്ടത്. ആമേൻ. സ്തോത്രത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ.
കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സൂചിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. ഒത്തിരി പ്രസംഗിക്കാനുണ്ട്. എങ്ങനെ പ്രസംഗിച്ച് എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം എടുത്ത് അതിനെ 43, 44, 45 ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല. നല്ല വൃക്ഷമില്ല. നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല. അടുത്ത സെന്റൻസ്, ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാം. അതിന് ജാതി കൊണ്ടറിയാമെന്നല്ല. എനിക്ക് ആ സെന്റൻസ് ഇഷ്ടപ്പെട്ടത്. ജാതി കൊണ്ടറിയാമെന്നല്ല, ഏത് വൃക്ഷത്തെയും ജാതി കൊണ്ടറിയാം. അതാ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഏത് വൃക്ഷത്തെയും. ആമേൻ. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏത് രാജ്യത്തിലുള്ളവരാണെന്നറിയോ? അറിയോ? ഇന്നറിഞ്ഞോ? ആഫ്രിക്ക. എവിടെ ഉള്ളവരാ? ആഫ്രിക്ക. ലോക പ്രസിദ്ധരായ ആമേൻ JB ജോഷുവ ഉൾപ്പെടെയുള്ള ദേവദാസന്മാർ, ക്രിസ്, ആമേൻ, ജോബോയ് ഉൾപ്പെടെയുള്ള ദേവദാസന്മാർ, ആമേൻ, എല്ലാം ഏത് രാജ്യത്തുള്ളവരാ? ആമേൻ, ആഫ്രിക്ക. ഒറ്റ വാക്യം പറഞ്ഞാൽ മതി. അവിടെ ഉള്ളവരാ? ആഫ്രിക്ക. അതെന്താ കർത്താവ് അങ്ങനെ ചെയ്യുന്നതെന്നറിയോ? ഈ കറുത്തവരെ കുറേ ഇഷ്ടമല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവൻ 20 തമ്പുരാൻ ഒരു ഇടി വെച്ച് കൊടുത്തത്. തമ്പുരാൻ ഏറ്റവും ഇഷ്ടം നല്ല കറുത്തവരെയാ. അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് സന്തോഷം അങ്ങോട്ട് വരുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഇത് ഓൺലൈനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ചില സെൻറ്റൻസുകളൊക്കെ ഞാൻ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നത്. മക്കൾക്കൊന്നും തോന്നുകയല്ലോ അല്ലേ? നല്ലപോലെ ഒത്തിരി വെളുത്ത ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഒത്തിരി സന്തോഷിക്കേണ്ട. രക്തക്കുറവാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവർ കോവളത്ത് വന്ന് വെയിൽ കൊണ്ട് കറക്കാൻ വേണ്ടി കിടക്കുന്നത്. എത്ര ലക്ഷം രൂപ മുടക്കി അവർ കറക്കുന്നത്. നമ്മളിവിടെ ഉള്ള പൈസ മുഴുവൻ മുടക്കി വെളുക്കുക. വല്ല കാര്യമുണ്ടോ? അടുത്തിരിക്കുന്നവർ പറ, അത് ശരിയാ, പക്ഷെ ഇന്ന് അറിയുന്ന പൈസలో അവരവിടുന്ന് വന്ന് കോവളത്ത് വന്ന് മനസ്സിലാകുന്നുണ്ട്, മണലിൽ 12-ാം മണി നേരത്ത് കിടക്കുകയാണ്. എന്തിനാന്ന് ചോദിക്കുക? കറുക്കാൻ. വെയിലുകൊണ്ട് കറുക്കാൻ. നമ്മൾ ലാക്ടോ കലാമിലും വേറാവിലും കിട്ടുന്ന കാശ് മുടക്കും ഉരുളക്കിഴങ്ങ് സവോളയും മേടിക്കാതെ മേടിച്ച പച്ചക്കറി മുഴുവൻ എന്തിനു പറയുന്നു? വെള്ളരിക്ക വരെ സാമ്പാറിനകത്തിടാതെ മുഴുവൻ എടുത്ത് മുഖത്തും കണ്ണയിലും വെച്ച് നമ്മൾ വെളുക്കുക. തമ്പുരാൻ പറയാ, വൃക്ഷത്തെ കളറ് കൊണ്ട് തിരിച്ചറിയാവുന്നല്ല, ജാതി കൊണ്ട് തിരിച്ചറിയാവുന്നല്ല, ചിറി കൊണ്ട് മുടി കൊണ്ട് തിരിച്ചറിയാവുന്നല്ല, വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. അവൻ തത്ത ചെന്ന് ദൈവത്തോട് പറഞ്ഞെന്നാണ് ഈ കഥ. ഏത് പുസ്തകത്തിൽ നിന്നാണ് വായിച്ചതെന്നൊന്നും പറഞ്ഞ് ബഹളമൊന്നും ഉണ്ടാക്കല്ലേ. തത്ത ചെന്ന് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് വളഞ്ഞ ചുണ്ട് വേണ്ട, എനിക്ക് നീളമുള്ള കൂർത്ത ചുണ്ട് വേണം, ഈ മരംകൊത്തിയുടെ പോലത്തെ ചുണ്ട് എനിക്ക് വേണം. അതെന്തിനാ? എനിക്ക് ഈ വളഞ്ഞ ചുണ്ട് വെച്ചുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. തത്ത എടുത്ത് കയ്യിൽ വെച്ചിട്ട് തമ്പുരാൻ പറഞ്ഞു, നിൻ്റെ ഈ പച്ച നിറവും ഈ കഴുത്തിലെ ചുമന്ന മാല പോലത്തെ കളറും ഈ വളഞ്ഞ ചുണ്ടും പുഴുവിനെ തിന്നാനല്ല, നിന്നെ മനുഷ്യർ കൊണ്ടുപോയി വളർത്തി പാലും പഴവും തേനും വയമ്പും നിനക്ക് തരുമോ? ഇത്രയ്ക്ക് അനുഗ്രഹം നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരുന്ന മരം കൊത്തി പറഞ്ഞു, എന്നാൽ പിന്നെ എനിക്കും അത് മതി. എനിക്കും ആ സൈസ് കളറും ആ സൈസ് ചുണ്ടും മതി. ഉടനെ മരംകൊത്തിയോട് വുഡ്പക്കർ അതിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഈ കൂർത്ത ചുണ്ട് സാധാരണ ചുണ്ടല്ല, വെന്തേക്കായാലും ഈട്ടിയായാലും ഏത് മരമായാലും നിന്റെ ചുണ്ട് തൊട്ടാ മതി, മരം തുളയും. ആമേൻ. കാറ്റുകൊള്ളാത്ത പുഴു, നീ കൊത്തി ഉണ്ടാക്കുന്ന മരത്തിലെ ദ്വാരത്തിനകത്തിരിക്കുന്ന കാറ്റുകൊള്ളാത്ത പുഴുവിനെ തിന്നാനാ നിനക്ക് ഞാൻ ഈ ചുണ്ട് തന്നിരിക്കുന്നത്.
അപ്പോഴാണ് കുയിൽ വന്നിട്ട് പറയുക, കുയിൽ, എനിക്ക് ചുണ്ടുമില്ല നിറവുമില്ല, കറുകറാത് കറുത്ത നിറം, മരംകൊത്തിയുടെ സൈസ് ചുണ്ടുമില്ല, തത്തയുടെ ചുണ്ടുമില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ കുയിലിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ദൈവം പറഞ്ഞു, നീ ഒരു പാട്ട് പാടിക്കേ. കുയിലൊരൊറ്റ പാട്ട്. അലറുന്ന സിംഹം അവിടെ നിന്നു. പാമ്പ് പത്തിയെടുത്താടാൻ തുടങ്ങി. മയിൽ അതിൻ്റെ ചിറക് വിരിച്ചു നിന്നു. കുയിലിൻ്റെ ഒറ്റ പാട്ടിൽ കാട് മുഴുവൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് കുയിലിനോട് പറഞ്ഞു, കണ്ടോ, നിന്റെ നിറത്തിലല്ല കാര്യം, നിന്റെ സ്വരത്തിലാ കാര്യം. ഓ, കൃപയുള്ളവർ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുക. ഇന്ന് രാത്രികാല എനിക്ക് ഇല്ല, എനിക്ക് ഇന്നതില്ല, എനിക്ക് അങ്ങനല്ല, ഞാൻ അവരെ പോലെ അല്ല, എനിക്ക് നിറമില്ല, എനിക്ക് അതില്ല എന്നൊന്നും നീ പറയരുത്. ദൈവം നിനക്ക് മറ്റാർക്കും തരാത്ത ചിലത്. ഓ ഓ ഓ കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. മറ്റു പലർക്കും തരാത്തത്, മറ്റു പലർക്കും ഇല്ലാത്തത് എൻ്റെ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അത് അനുഭവിക്കുന്നവർ, ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ, ഒരിക്കൽ വീട്ടിൽ വളർത്തുന്ന പന്നി ആ വീട്ടിൽ വളർത്തുന്ന പശുവിനോട് ചോദിച്ചു, പശുവേ, ഈ വീട്ടിലുള്ളവർ നിങ്ങളെ നന്ദിനി, അമ്മിണി, ചിമ്മിണി എന്നൊക്കെ വിളിക്കുന്നു. ഇതേ വീട്ടിലാ ഞാനും വളരുന്നത്, എൻ്റെ ആരും അമ്മിണി എന്ന് വിളിക്കത്തില്ല. പന്നി ആരെങ്കിലും വിളിച്ചിട്ടുണ്ട് അമ്മിണിയെന്ന്, പക്ഷെ പശുവിനെയൊക്കെ അമ്മമാർ നന്ദിനി, അമ്മിണി എന്നൊക്കെ വിളിക്കും. പശുവിനോട് പന്നി ചോദിച്ചു, ഞാനും വീട്ടിലല്ല വളരുന്നത്, എന്നെ മാത്രം എന്താ അതൊന്നും വിളിക്കാത്തേ? ഉടനെ പശു പറഞ്ഞ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് ചത്ത് കഴിഞ്ഞാൽ, പക്ഷേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴേ പാല് കൊടുക്കും. ഓ, മനസ്സിലായിട്ട് ആരാധിക്കാതിരിക്കുന്നുണ്ടോ? ആമേൻ. ചത്ത് കഴിഞ്ഞല്ല ദൈവത്തിന് കൊടുക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യുന്നവർ. ഓ, പവർ 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 കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചേ. ചില ആൾക്കാർ സഭയ്ക്കകത്തുമുണ്ട്, സഭയ്ക്ക് പുറത്തുമുണ്ട്. കൊതുകിൻ്റെ സ്വഭാവമാണ്. എന്തിൻ്റെ സ്വഭാവമാണ്? കൊതുകിൻ്റെ. എന്താ കൊതുകിൻ്റെ സ്വഭാവം? 50 ലിറ്റർ പാല് കിട്ടുന്ന പശുവിൻ്റെ അകടെ കയറി കടിച്ചാലും പുള്ളി പാല് കുടിക്കത്തില്ല, ചോര കുടിക്കും. ശരിയാണോ അല്ലയോ? 50 ലിറ്റർ പാല് കിട്ടുന്ന അമേരിക്കൻ പശുവാണേലും കൊതുക് എന്തേ കുടിക്കൂ? എവിടെങ്കിലും കൊതുക് പാല് കുടിച്ചെന്ന് കേട്ടുണ്ടോ? ചിലരങ്ങനെ എവിടെ കയറിയിരുന്നാലും നശിപ്പിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. ആമേൻ. പക്ഷെ തേനീച്ചങ്ങനല്ല, അത് പൂവിലേ ഇരിക്കൂ, തേനെ കുടിക്കൂ. ഓ, കൃപയുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അത് പൂവിലേ ഇരിക്കൂ, അത് തേനെ കുടിക്കൂ. ആമേൻ. നമ്മുടെ സ്വഭാവങ്ങൾ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്ന അർത്ഥം, വൃക്ഷങ്ങളെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. ആമേൻ. ഇന്ന് രാത്രി ലോകം പറയട്ടെ, ഇതിന്റെ അയൽപക്കക്കാർ പറയട്ടെ, ദേശം പറയട്ടെ, സഭ പറയട്ടെ, നിന്റെ ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം. ഒറ്റ ദൂതൂടെ പറഞ്ഞിട്ട് അവസാനം പ്രാർത്ഥനയിലേക്ക് കടക്കാൻ പോവാം. വായിക്കാം. യെശയ്യാപ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. കൃപയുള്ളവരെല്ലാം പ്രാർത്ഥിച്ചാട്ടെ, കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ആരോട് ദൈവം സംസാരിക്കുന്നു? ഇത് വളരെ റെവലേഷനാണ്, വളരെ വെളിപ്പാടിലാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാം വെട്ടിക്കളഞ്ഞ് ഇനി നിനക്ക് ജീവിതത്തിൽ നന്മയില്ലെന്ന് പറഞ്ഞ് നിന്നെ ശപിച്ച് ആക്ഷേപിച്ച് വെച്ചിരിക്കുന്ന ചിലരുണ്ട്. അവരുടെ മുമ്പിൽ ദൈവാത്മാവ് നിന്നോട് പറയാ, കുറ്റിയിൽ നിന്ന് ചില മുള ഞാൻ പുറത്തു കൊണ്ടുവരും. ഓ, വിട്ട കുറ്റിയിൽ നിന്ന് ചില മുള പുറത്തു കൊണ്ടുവരാൻ. ഓ, റസേ മനാദിയ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി ദൂത് പറയുന്നു. കൃപയുള്ളവർ ദൈവത്തെ ആരാധിച്ചോ? കർത്താവ് പറയുന്നു, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, ഇനി മുമ്പോട്ട് പോകാൻ വഴിയില്ല. കടഭാരം വർദ്ധിച്ചു, ബാങ്ക് ലോണുകളാണ്, ജപ്തി നോട്ടീസ് വരും, ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല, എല്ലാം തീരുന്നുവെന്ന് നിന്റെ മനസ്സിൽ ഒരു പക്ഷെ തോന്നി. ഭാരപ്പെട്ടാണോ ഇന്ന് രാത്രി മീറ്റിംഗ് കേൾക്കുന്നത്? ഓൺലൈനിൽ ഒരു കട്ടിലേൽ ഇരുന്നു കൊണ്ട്, ഒരു വീൽ ചെയർ
ചെയറിൽ ഇരുന്ന് ഒരു മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തോട് പരിശുദ്ധാത്മാ പറയുന്നു, ഒന്നും അവസാനിച്ചിട്ടില്ല, ഒന്നും തീർന്നിട്ടില്ല. കുറ്റിയിൽ നിന്ന് ഒരു മുള പുറത്തു കൊണ്ടുവരുവാൻ, വേരിൽ നിന്ന് ചില കൊമ്പുകളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആമേൻ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അല്പസം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം പ്ലീസ്. കർത്തൃകരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ബൈബിളെല്ലാം അകസാരം ഒന്ന് താത്തു വെച്ചേ. നമ്മുടെ മഹായോഗം ഇന്ന് രാത്രി അവസാനിക്കും. നാളെ വിശുദ്ധ ആരാധനയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കം കൂടി ഇന്ന് രാത്രി ലോകം മുഴുവൻ നടക്കുക. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തിന് ആത്മാ പറഞ്ഞ ദൂത് ഏറ്റെടുക്കും? സകല കൊമ്പുകളും വെട്ടിക്കളഞ്ഞു. സകല ശിഖരങ്ങളും വെട്ടിക്കളഞ്ഞു. ഒരു ഇല പോലും ബാക്കിയില്ല, ഒരു ഫലവും കാണുന്നില്ല. എല്ലാവരും പറയുന്നു നീ അവസാനിച്ചത്, ഇനി നിനക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന്, എല്ലാം തീർന്നെന്ന് ഒരു പക്ഷെ നിന്റെ മനസാക്ഷിയിൽ പോലും തോന്നിയേക്കാം. ചുറ്റുപാടുകളും വാതിലുകളും ഒന്നുമില്ല, രക്ഷപ്പെടാൻ ഇനി വഴികളൊന്നുമില്ല എന്ന് തോന്നുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസക്തി. ഇന്ന് രാത്രി അവരോടാ ദൈവാത്മാ പറയുന്നത്, ആ കുറ്റിയിൽ നിന്ന് എല്ലാം അവസാനിച്ചെന്ന് പറയുന്ന കുറ്റിയിൽ നിന്ന് ഇന്ന് രാത്രി ചില പുതിയ മുകുളങ്ങൾ പുറത്തു വരാൻ പോകുക, ചില പുതിയ തളിർപ്പുകൾ പുറത്തു വരാൻ പോകുക. വേരുകളിൽ നിന്ന് ചിലത് പുറത്തു വരുന്നു. വേരിൽ നിന്ന് മുളയ്ക്കുമെന്ന് ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടില്ല. ആമേൻ. പക്ഷെ ഒരു പഴമൊഴിയുണ്ട്, വേണമെങ്കിൽ ചക്ക എന്ന് പഴമൊഴിയേ ഉള്ളൂ. പക്ഷെ തമ്പുരാന്റെ വചനം പറയുന്നു, ആമേൻ, കൊമ്പൊന്നുമില്ല, കുറ്റിയുമില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ബൈബിൾ പറയാണ് വേരിൽ നിന്ന്. ആരും കാണാൻ കഴിയാത്ത മണ്ണിനടിയിലുള്ള ഒരു മേഖലയാണ് വേര്. തമ്പുരാൻ പറയാ, ശിഖരങ്ങളൊന്നുമില്ല, എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയാലും ആരും കാണാത്ത ചില മേഖലയിൽ വേരിൽ നിന്ന് ചില കൊമ്പുകളെ പുറത്തു കൊണ്ടുവരാൻ, ചില ശിഖരങ്ങളെ പുറത്തു കൊണ്ടുവരാൻ, ചില തളിർപ്പുകളെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും.